എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീഗോവിന്ദത്തിലേക്ക് സ്വാഗതം. 27-ാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ കേട്ടത് രാമൻ്റെ കാലിണ വണങ്ങി യാത്ര പുറപ്പെട്ട ആ ഹനുമാൻ പലതരത്തിലുള്ള വിഘ്നങ്ങളെയും തരണം ചെയ്ത് ലങ്കയിൽ ചെന്ന് സീതയെ കണ്ടെത്തി രാമസന്ദേശം അറിയിച്ച് സീതയെ ആശ്വസിപ്പിച്ച് ചിത്രകൂടത്തിൽ വെച്ച് കാക്കയുടെ ആകൃതിയിൽ വന്ന ആ ജയന്തനെ രാമൻ ഓടിച്ചതും അഭയം നൽകിയതും ശ്രീരാമസ്വാമിക്ക് വിശ്വാസം വരുന്നതിലേക്കായി തൻ്റെ ചൂടാമണി ഊരിയെടുത്ത് ഹനുമാന് കൊടുക്കുവാനായി സീതാദേവി ഏൽപ്പിക്കുന്നതും രാവണൻ്റെ ആ ശക്തി അളക്കുന്നതിനായിട്ടും ദൂതനായി വന്ന താൻ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കിയിട്ട് പോകുന്നതാണ് ഉചിതം എന്ന് കരുതിയും മാരുതി പ്രമദവനം തച്ചു തകർക്കുന്നു. അതുകൂടാതെ എതിർക്കാൻ വന്ന രാക്ഷസന്മാരെയെല്ലാം അടിച്ചു കൊന്നു. രാവണപുത്രനായ അക്ഷകുമാരനും മാരുതിയോടേറ്റ് മരണമടഞ്ഞു. ഇന്ദ്രജിത്ത് വന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ബന്ധിച്ച് ഹനുമാനെ രാവണൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. രാമദൂതൻ രാമമഹിമ വർണ്ണിച്ച് രാവണന് ജ്ഞാനോപദേശം നൽകുന്നു. മാരുതിയുടെ ധിക്കാരം കണ്ട് കോപിഷ്ഠനായ രാവണൻ ഹനുമാനെ കൊന്നുകളയാൻ ആജ്ഞയായി. എന്നാൽ ദൂതനെ വധിക്കുന്നത് അനുചിതമാണെന്ന് വിഭീഷണൻ പറഞ്ഞതനുസരിച്ച് വാലിന് തീ കൊളുത്തി അവന് ഒരു അപമാനമുണ്ടാക്കി തിരിച്ചയക്കാൻ രാവണൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ വാലിന് തീ കൊളുത്തി അനലവാലനായ അനിലതനയൻ ആ രാവണ രാജധാനിക്ക് തീ വെച്ച് നശിപ്പിക്കുകയാണ്. അങ്ങനെ 3.25 നാഴിക കൊണ്ട് ലങ്ക ചാരകൂമ്പാരമാക്കി മാറ്റി. രാമൻ്റെ പ്രഭാവം കൊണ്ടും സീതാദേവിയുടെ പ്രാർത്ഥന കൊണ്ടും വായുദേവൻ്റെ അനുഗ്രഹം കൊണ്ടും ആ രാമദൂതനായ മാരുതിക്ക് യാതൊരു ഹാനിയും സംഭവിച്ചില്ല. ലങ്കാദഹനം കൊണ്ട് സീതയ്ക്ക് ആപത്തൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ച ശേഷം തിരികെ ഹനുമാൻ ശ്രീരാമസന്നിധിയിൽ എത്തുകയായിരുന്നു. അവിടെ ചെന്ന് ജനകജയെ കണ്ട വൃത്താന്തമെല്ലാം അറിയിച്ച് ശ്രീരാമനെ വണങ്ങുന്നിടത്താണ് ഇന്നലെ കഥ അവസാനിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് വരാം. കണ്ടേനഹം സീതയെ എന്ന് പറയുന്നു. രാമലക്ഷ്മണന്മാർ ആനന്ദം പൂണ്ട് ആ വൈദേഹി വൃത്താന്തം വിസ്തരിച്ച് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അതും പറയുന്നുണ്ട് ഇന്നലെ, അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. രാമൻ ഹനുമാൻ കൊടുത്ത ചൂടാമണി എടുത്ത് മാറോട് ചേർത്ത് അലമുറയിട്ട് കരയുകയാണ്. ലക്ഷ്മണനും അത് കണ്ട് കരഞ്ഞുപോയി. രാമൻ വിരഹവിവശനായിട്ട് അങ്ങനെ സീതയെ വിളിച്ച് കരയുകയാണ്. വീണ്ടും സീതാ സന്ദേശം, സീത എന്താണ് സന്ദേശം കൊടുത്തയച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ അടയാള വാക്കായി പറയാൻ ഏൽപ്പിച്ച കഥ തന്നെ ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞു കേൾപ്പിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ശ്രീരാമൻ ഇങ്ങനെ പറയുകയാണ്: ദേവന്മാരാൽ പോലും അസാധ്യമായ കാര്യങ്ങളാണല്ലോ ഈ മാരുതി ചെയ്തിട്ട് വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും അസാധ്യമായ വിധമല്ലേ എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത്. 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തിയിട്ട് രാക്ഷസന്മാരെ എല്ലാം കൊന്ന് ലങ്കയും ചുട്ടുകരിച്ചിരിക്കുന്നു. ആശ്ചര്യം തന്നെ. ഭൃത്യന്മാരായാൽ ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ലോകത്ത് വേറെ ആർക്കും കാണില്ല. എന്നെയും സുഗ്രീവനെയും ലക്ഷ്മണനെയും ഈ സൂര്യവംശത്തെ തന്നെയും രക്ഷിച്ചിരിക്കുന്നു ആ മാരുതി. പക്ഷേ ആ സമുദ്രം എങ്ങനെ കടക്കും? മുതല തുടങ്ങിയ ജലജന്തുക്കളുള്ള ഈ സമുദ്രം കടന്നിട്ട് രാവണനെ പടയോടെ കൊന്നിട്ട് എന്നാണ് എനിക്ക് എൻ്റെ മൈഥിലിയെ കാണുവാൻ കഴിയുന്നത്? ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ പറഞ്ഞു. ഇത് കേട്ട് സുഗ്രീവൻ പറയുകയാണ്: ആ രാവണനെ വംശത്തോടെ ഒടുക്കിയിട്ട് ലങ്ക ചുട്ടുകരിച്ച് ദേവിയെയും കൊണ്ട് ഞാൻ ക്ഷണനേരം കൊണ്ട് വരുന്നുണ്ട്. അങ്ങ് ഇങ്ങനെയൊന്നും ചിന്തിച്ച് വിഷമിക്കാതെ. ചിന്ത എന്നത് കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ഈ കാണുന്ന വാനരപ്പടയെ ആർക്കും ജയിക്കാൻ സാധിക്കില്ല എന്നറിയുക. ഇവർ അത്രമാത്രം പരാക്രമശാലികളാണ്. തന്നെയുമല്ല, അഗ്നിയിൽ ചാടണം എന്ന് പറഞ്ഞാലും ഇവർ മറുത്തൊന്നും പറയാതെ ചാടും. ഈ വാരിധിയെ കടക്കുവാൻ എന്താണ് ഉപായം എന്നാലോചിക്കൂ ശ്രീരാമ. വെറുതെ സമയം കളയാതെ എപ്രകാരമെങ്കിലും ലങ്കയിൽ എത്തിപ്പെട്ടാൽ രാവണൻ മരിച്ചു എന്ന് തന്നെ വിചാരിക്കാം. 3 ലോകങ്ങളിലും ശ്രീരാമനെ എതിർക്കാൻ ആരുണ്ട്? ദിവ്യാസ്ത്ര പ്രയോഗത്താൽ സമുദ്രം വറ്റിച്ചോ അതല്ലെങ്കിൽ സേതു ബന്ധിച്ചോ എങ്ങനെയും ലങ്കയിലെത്തണം. എല്ലാം നല്ല ശകുനങ്ങൾ തന്നെയാണ്. ജയം നമുക്ക് തന്നെയാണ്. ഇത് കേട്ട ശ്രീരാമൻ തൻ്റെ മുന്നിൽ കൈകൂപ്പി വിനീതഭാവത്തോടെ നിൽക്കുന്ന ആ ദാസനായ മാരുതിയോട് ലങ്കാപുരത്തിലുള്ള വൃത്താന്തങ്ങളെല്ലാം അറിയിക്കാൻ പറഞ്ഞു. കോട്ടകൾ, കിടങ്ങുകൾ, അവിടുത്തെ സൈന്യവിന്യാസം എല്ലാം വിവരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. മറുപടിയായി ആ വാദാത്മജൻ ആ മാരുതി ഇങ്ങനെ പറഞ്ഞു: സമുദ്രമധ്യത്തിൽ ത്രികൂടാചലത്തിന് മുകളിലായി വെട്ടിത്തിളങ്ങുന്ന ലങ്ക കാണാം. സുവർണ്ണ നിർമ്മിതമായതുകൊണ്ടാണ് സൂര്യപ്രഭയിൽ അങ്ങനെ വെട്ടിത്തിളങ്ങുന്നത്. 700 യോജന വിസ്താരമുള്ള അതിനു ചുറ്റും സ്വർണ്ണ മതിലുകളാണ്. 4 ദിക്കുകളിലും 7 നിലകളിൽ തീർത്ത ഗോപുരങ്ങളുണ്ട്.
ആ 7 ഗോപുരങ്ങൾക്കും പൊങ്ങുന്ന മതിലുകളുണ്ട്. വാതിലുകളായി 7നും 4 ഗോപുരങ്ങൾ വെവ്വേറെയുണ്ട്. ആ 4 ഗോപുരങ്ങൾക്ക് ചുറ്റിലും 4x7 28 ഗോപുരങ്ങൾ വേറെ പണിതിരിക്കുന്നു. അതിനു ചുറ്റും അത്യഗാധമായ കിടങ്ങുകൾ കുഴിച്ചിട്ടിരിക്കുന്നു. ആ കിടങ്ങുകൾ കടക്കാൻ യന്ത്രപാലങ്ങളാണുള്ളത്. കിഴക്കേ ദിക്കിലെ ഗോപുരം കാവലിന് മാത്രമായി സദാ 1,00,000 നിശാചരന്മാർ ഉണ്ട്. ഉത്തരഗോപുരത്തിൽ കോടി നിശാചരന്മാരെ നിയോഗിച്ചിരിക്കുന്നു. അതിശക്തന്മാരാണ് എല്ലാവരും. ദക്ഷിണ ദിക്കിലെ ഗോപുരം കാവലിനായി 1,00,000 നിശാചരന്മാരെ നിയോഗിച്ചിരിക്കുന്നു. ഇനി നടുഭാഗം കാക്കുന്നതിനായി ഈ 4 ഭാഗത്തുമുള്ളതിൻ്റെ പകുതിയോളം പേരുണ്ട്. അത്രയും പേര് അന്തഃപുരം കാവലിനുമുണ്ട്. അതിൽ 8 രാക്ഷസന്മാരാണ് മന്ത്രശാലയ്ക്ക് കാവൽ. ഭോജനശാല, നാടകശാല, നടപ്പന്തൽ, മജ്ജനശാല, നിർമ്മലശാല എല്ലാം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ലങ്കയിലെ വിവിധതരം അലങ്കാരങ്ങളെക്കുറിച്ച് ആദിശേഷന് പോലും വർണ്ണിക്കാൻ കഴിയില്ല. അവിടെയെല്ലാം ഞാൻ ദേവിയെ തിരഞ്ഞു പോയതാണ്. നാമെല്ലാം താമസം വിന അവിടേക്ക് പോകുന്നതാണ് ഉചിതം. യുദ്ധസന്നദ്ധരായി നമ്മുടെ മഹാപ്രസ്ഥാനം ഇപ്പോൾ തന്നെ തുടങ്ങാം. നമ്മുടെ കൂടെയുള്ള അസംഖ്യം പരാക്രമശാലികളായ വാനരപ്പടയോടുകൂടി സമുദ്രം കടന്ന് യുദ്ധം ചെയ്തിട്ട് ആ നക്തഞ്ചരാധിപനായ രാവണൻ്റെ അഹങ്കാരവും തീർത്ത് കാലപുരിക്കയച്ച് ദേവിയെയും കൊണ്ടുപോരാം പ്രഭോ. ശ്രീരാമൻ സുഗ്രീവനോട് പറയുകയാണ്, ഇപ്പോൾ തന്നെ യുദ്ധത്തിന് പോകാം. ശുഭമുഹൂർത്തം തന്നെ. നക്ഷത്രം ഉത്രം, അതും വിജയസൂചകം തന്നെ. ഇപ്രകാരം ശുഭലക്ഷണങ്ങളെല്ലാം കണ്ടിട്ട് അവർ പടയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. സൈന്യാധിപനായ മഹാബലവാനായ നീലൻ സൈന്യത്തെ നിയന്ത്രിക്കുക. മുൻഭാഗവും നടുഭാഗവും 2 വശങ്ങളും നിയന്ത്രിക്കാൻ രംഭൻ, പ്രമാധി മുതലായ ശൂരന്മാരുടെ നേതൃത്വത്തിൽ സമർത്ഥനായ വാനരന്മാരെ നിയോഗിക്കണം. ആ മാരുതിയുടെ കഴുത്തിൽ കയറി ഞാൻ മുൻപേ പോകും. എനിക്ക് പിറകിലായി അങ്കദൻ്റെ കഴുത്തിലേറി ലക്ഷ്മണൻ വരണം. സുഗ്രീവൻ സദാ എൻ്റെ അരികിൽ ഉണ്ടാകണം. നീലൻ, ഗജൻ, ഗവൻ, ഗവാക്ഷൻ, ഗവയൻ, ബലി, മൈന്ദൻ, വിവിധൻ, സുഷേണൻ, തുങ്കൻ, നളൻ, ശതബലി, താരൻ അങ്ങനെ പേരുകേട്ട വാനരനായകന്മാരോടുകൂടി അവരുടെ നേതൃത്വത്തിലുള്ള പടയും കൂടെ പുറപ്പെടണം. വഴിയിൽ ആർക്കും ഒരു തടസ്സവും ഉണ്ടാകരുത്. എല്ലാവരും പറഞ്ഞതിന് പ്രകാരം നക്ഷത്രങ്ങളുടെ ഇടയിൽ തിളങ്ങുന്ന ചന്ദ്രനെയും പകൽ ആകാശത്തിൽ തിളങ്ങുന്ന സൂര്യനെ പോലെ ആ ലോകനാഥന്മാർ, അതായത് ശ്രീരാമനും ലക്ഷ്മണനും വാനര സൈന്യത്തിന് നടുവിൽ അങ്ങനെ ശോഭിച്ചു എന്നാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. ആ മാലോകരുടെ ദുഃഖം തീർക്കാനായി അവർ അങ്ങനെ ലങ്കാപുരി ലക്ഷ്യമാക്കി ആർത്ത് വിളിച്ച് നീങ്ങി തുടങ്ങി. വഴിയിൽ കാണുന്ന ഫലമൂലങ്ങളൊക്കെ ഭക്ഷിച്ചും അരുവികളിൽ നിന്ന് ജലം കുടിച്ചും വിശപ്പടക്കി ദാഹം തീർത്ത് കാനനങ്ങളും പുഴകളും പർവ്വതങ്ങളും പിന്നിട്ട് ആ പർവ്വത ശരീരന്മാരായ കവികൾ ദക്ഷിണ ഭാരതീ തീരത്ത് എത്തിച്ചേർന്നു. മാരുതിയുടെ കണ്ഠത്തിൽ നിന്നും ശ്രീരാമനും അങ്കദൻ്റെ കണ്ഠത്തിൽ നിന്നും ലക്ഷ്മണനും താഴെ ഇറങ്ങി. ലക്ഷ്മണൻ ജ്യേഷ്ഠനെ വണങ്ങി നിന്നു. അപ്പോഴേക്കും അസ്തമയമായതിനാൽ ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ, വാനരപ്പടയെ രക്ഷിച്ചു കൊള്ളണം. സന്ധ്യാവന്ദനത്തിന് ശേഷം നമുക്ക് അനന്തരകൃത്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. മായാവികളായ ആ രാക്ഷസന്മാരുടെ ഉപദ്രവം എപ്പോഴും ഉണ്ടാകാം. ഇപ്രകാരം പറഞ്ഞിട്ട് രഘുപതി സന്ധ്യാവന്ദനത്തിന് ശേഷം ആ പർവ്വതാഗ്രത്തിൽ വിശ്രമിക്കുകയാണ്. മുതലകളെ കൊണ്ട് നിറഞ്ഞ ആ ഭയാനകമായ സമുദ്രം കണ്ട് മർക്കടന്മാർക്ക് പേടി തോന്നി. അത്യുന്നതമായ തിരമാലകൾ, അഗാധമായ ഈ സമുദ്രം കടക്കാൻ ആർക്ക് സാധിക്കും? ഈ സമുദ്രം കടന്നു ചെന്ന് രാവണനെ എങ്ങനെ വധിക്കും? ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അവർ ശ്രീരാമ സമീപം ഇരുന്നു. ആകാശം ശാന്തമായിരുന്നു. നിലാവ് പരന്നൊഴുകാൻ തുടങ്ങി. ആ ചന്ദ്രനെ നോക്കി ശ്രീരാമൻ വിലപിക്കാൻ തുടങ്ങി. വീണ്ടും എല്ലാം ഈ ലോകത്തെ മനുഷ്യജാതികളെ അനുകരിക്കാൻ മാത്രം. അജ്ഞാനികൾക്കുള്ള ലൗകിക ബന്ധങ്ങൾ സുജ്ഞാനിയായുള്ള ഈ ശ്രീരാമസ്വാമിയെ എങ്ങനെ ബാധിക്കും? ഇതെല്ലാം ദേഹം എന്നതിൽ അഹങ്കരിക്കുന്ന മൂഢന്മാർക്കുള്ളതല്ലേ? ആ പരബ്രഹ്മസ്വരൂപന് ഇമാതിരിയുള്ള സുഖദുഃഖാദികൾ എങ്ങനെ അനുഭവവേദ്യമാകും? എന്നും ഒരേ ഒരു ഭാവം മാത്രമേ ഉള്ളൂ, നിത്യമായ പരമാനന്ദം. അതുമാത്രം. മറ്റുള്ളവയെല്ലാം ആ ബുദ്ധിതത്വത്തിൽ നിന്നും അഹന്തത്വത്തിൽ നിന്നും സംജാതമായവയല്ലേ? മനുഷ്യാവതാരം എടുത്തിരിക്കുന്ന ഈ ശ്രീരാമചന്ദ്രനാകട്ടെ ത്രിഗുണങ്ങളാൽ കെട്ടപ്പെട്ടിരിക്കുകയാണല്ലോ. അതിനാൽ മായയാൽ ബന്ധിക്കപ്പെട്ടവർക്ക് തോന്നുന്ന ദുഃഖം, സുഖം ഇവയെല്ലാം അനുഭവിക്കുന്നു. അത് അജ്ഞാനികളുടെ വെറും തോന്നൽ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രഹ്മാണ്ടം തന്നെ ആ ഭഗവാനല്ലേ? ശ്രേഷ്ഠനായ ആ ഭഗവാനിലെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് ഈ അജ്ഞാനികളായ മനുഷ്യരെങ്ങനെ അറിയാനാണ്?
അങ്ങനെ കുളിർമയുള്ള നിലാവിലും ചന്ദ്രനും ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് ശ്രീരാമചന്ദ്രൻ വിലപിച്ചു കൊണ്ടേയിരുന്നു, മനുഷ്യരെ പോലെ. ഈ കഥ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് ലങ്കയിൽ രാവണൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. രാവണൻ അങ്ങനെ ത്രൈലോക്യങ്ങളും കീഴടക്കി അജയ്യനായി വാഴുകയായിരുന്നുവല്ലോ. ഇപ്പോഴാകട്ടെ ഒരു കൃമി സദൃശനായ വാനരൻ വന്ന് എന്തെല്ലാം അക്രമമാണ് ലങ്കയിൽ കാട്ടിക്കൂട്ടിയിട്ട് പോയത്. രാവണൻ തൻ്റെ മന്ത്രിമാരെയെല്ലാം അടിയന്തരമായി വിളിച്ചുകൂട്ടി ഒരു ആലോചനായോഗം ചേരുവാനായി പോവുകയാണ്. മന്ത്രിമാർ അവരുടെ മന്ത്രനികേതനത്തിലാണ് ഈ യോഗം ചേർന്നത്. ദേവന്മാർക്കും അസുരന്മാർക്കും സാധിക്കാത്ത പ്രവൃത്തിയാണല്ലോ ആ വാനരൻ ചെയ്തിട്ട് പോയത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത നമ്മുടെ ലങ്കയിൽ ഒരു വാനരൻ അതിക്രമിച്ചു കടന്നിട്ട് ആ ജാനകിയെ കണ്ടു. ശ്രീരാമ വൃത്താന്തം അറിയിച്ചു. അതും പോരാഞ്ഞിട്ട് ഉദ്യാനമെല്ലാം തകർത്ത് കളഞ്ഞു. അതും പോരാഞ്ഞ എത്ര രാക്ഷസന്മാരെയാണ് വധിച്ചത്. അതുമാത്രമോ, എൻ്റെ പൊന്നുമകൻ അക്ഷകുമാരൻ, അവനെയും ആ ദ്രോഹി കൊന്നു കളഞ്ഞല്ലോ. എന്നിട്ട് ഈ ലങ്കയും ചുട്ടുഭസ്മമാക്കി. അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ ദാ സമുദ്രം ചാടിക്കടന്നു പോയില്ലേ. നമുക്ക് ലജ്ജ തോന്നുന്നു. ഇപ്പോൾ ആ ശ്രീരാമൻ മർക്കട സേനയോടുകൂടി ആ ഉത്തരഭാഗത്ത് സമുദ്രതീരത്ത് എത്തിയിട്ടുണ്ട്. നമ്മളാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ആലോചിച്ച് തീരുമാനിക്കാനാണ് നാം നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. രാജതന്ത്രജ്ഞന്മാരായ ബുദ്ധിമാന്മാരായ നിങ്ങൾ മന്ത്രിമാർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചിട്ട് നമുക്ക് ഇന്ന് വരെ ഒരാപത്തും സംഭവിച്ചിട്ടില്ല. ഇനിയും നിങ്ങളുടെ വാക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നാം തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കെന്താണ് ഹിതകരമായത് എന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കൂ. എൻ്റെ കണ്ണുകളാകുന്നത് നിങ്ങളെല്ലാവരുമാണ്. ഞാൻ നിങ്ങളിലൂടെയാണ് എല്ലാം കാണുന്നതും. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും അചഞ്ചലമാണല്ലോ. ഉത്തമം, മധ്യമം, അധമം, സാധ്യം, അസാധ്യം, ദുസാധ്യം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉള്ളതിൽ വെച്ച് ഉത്തമമായത് സാധ്യമാകുന്നത് അതേതോ അത് നിങ്ങൾ തീരുമാനിക്കുക. ഇങ്ങനെയൊരു സഭ കൂടിയത് എന്തായാലും ഉചിതമായി. ഈ 14 ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്ന് എന്താണ് ഇങ്ങനെ വ്യസനിച്ചിരിക്കുന്നത്? കേവലം ഒരു മനുഷ്യനായ രാമനെ ഇങ്ങനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? അത്ഭുതമായിരിക്കുന്നു. കാലനെ യുദ്ധത്തിൽ ജയിച്ച അങ്ങയ്ക്ക് മരണഭയമോ? ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ച് നമ്മുടെ കീർത്തി വർദ്ധിപ്പിച്ച മേഘനാഥൻ നമ്മോട് കൂടെ ഉണ്ടല്ലോ. ആ വിത്തേശനെ, കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പുഷ്പകം കൈയടക്കിയതും അങ്ങ് തന്നെയാണല്ലോ. ആ വരുണദേവനെ നിമിഷനേരം കൊണ്ട് യുദ്ധത്തിൽ ജയിച്ചതും അങ്ങ് തന്നെ. മറ്റുള്ള ദേവന്മാരുടെ കാര്യം എന്തു പറയാൻ? ആ മഹാസുരനായ മയൻ അങ്ങയെ പേടിച്ച് സ്വന്തം മകളെ തന്നിട്ട് പോയില്ലേ. മറ്റുള്ള അസുരരാജാക്കന്മാർ അങ്ങയുടെ ആധിപത്യം അംഗീകരിച്ച് കരം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നിസ്സാരരായ മനുഷ്യരുടെ കാര്യം എന്തു പറയാൻ? കൈലാസപർവ്വതമെടുത്ത് അമ്മാനമാടിയത് കാരണം ആ പരമേശ്വരൻ ചന്ദ്രഹാസം തന്നെ അങ്ങയ്ക്ക് തന്നില്ലേ. ഭൂലോകവാസികളെല്ലാം അങ്ങയെ പേടിച്ചു കഴിയുന്നു. പിന്നെ എന്തിനാണിപ്പോൾ വ്യസനിക്കുന്നത്? മാരുതി വന്നിവിടെ ചെയ്ത പ്രവൃത്തികൾ നമുക്ക് നാണക്കേട് തന്നെയാണ്. പക്ഷേ നാം അവനെ വിട്ടയച്ചതിനാലല്ലേ അവൻ പോയത്. ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നുവെങ്കിൽ ജീവനോടെ പോകാൻ അനുവദിക്കില്ലായിരുന്നു. അവിടുന്ന് ആജ്ഞാപിച്ചാൽ മതി. ഒരൊറ്റ മനുഷ്യജീവിയും വാനരനും ഈ 3 ലോകത്തിലും കാണില്ല. ഇന്നിങ്ങനെ നാം എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചതിന് പ്രകാരം അവരെ വകവരുത്തുന്നുണ്ട്. ഒട്ടും വ്യസനം വേണ്ട പ്രഭു. പ്രകാരമുള്ള മന്ത്രിമാരുടെ വാക്കുകൾ കേട്ട് രാവണന് തൻ്റെ മനസ്താപം ഒട്ടുകുറയുകയാണ്. രാവണൻ്റെ അനുജൻ കുംഭകർണനെ അറിയുമല്ലോ എല്ലാവർക്കും. കുംഭകർണന് 6 മാസം നിദ്രയാണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കുംഭകർണൻ, രാവണൻ, ശൂർപ്പണഖ, വിഭീഷണൻ ഇവർ 4 പേരും സഹോദരങ്ങളാണെന്ന്. വിശ്രവസിൻ്റെയും കൈകസിയുടെയും മക്കൾ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ. സുമാലി തൻ്റെ മകൾ കൈകസി ഏറ്റവും പ്രബലനും ധനവാനുമായ ആളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരച്ഛൻ അങ്ങനെ തോന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ല അല്ലേ. കൈകസിയാകട്ടെ ഒരു സന്ധ്യാവേളയിൽ വിശ്രവസിനെ സമീപിച്ച് സന്താനമാശു ദേഹി ദേഹീതി എന്ന് വിചാരിച്ച് മഹർഷിയെ വരിക്കുകയാണ്. അങ്ങനെ സന്ധ്യാവേളയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് മക്കൾ ദുഷ്ടന്മാരായി തീർന്നത് എന്നാണ് പറയപ്പെടുന്നത്. 4 മക്കളോടുമൊപ്പം ഒരു ദിവസം കാനനത്തിൽ വസിക്കുന്നതായ സമയം വൈശ്രവണൻ തൻ്റെ അച്ഛനായ വിശ്രവസിനെ കാണാൻ പോകുന്ന സമയം കൈകസി മക്കളോട് പറഞ്ഞു, കണ്ടോ നിൻ്റെ ജ്യേഷ്ഠൻ പോകുന്നത്? നിങ്ങളുടെ 2 പേരുടെയും അച്ഛൻ ഒരാൾ തന്നെയെന്ന് പറഞ്ഞിട്ട് എന്ത് ഫലം? അപ്പോൾ ഇവിടെ ഒരാൾ വിമാനത്തിൽ പോകുന്നു, മറ്റുള്ളവർ താഴെ നിൽക്കുന്നു. ഉടനെ തന്നെ രാവണൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇവനേക്കാളും ധനികനാകും. ഇങ്ങനെ പറഞ്ഞ് ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയാണ്. 10,000 കൊല്ലം കഴിഞ്ഞ് ഒരു തലയറുത്തു, ഹോമകുണ്ടത്തിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും
1000 കൊല്ലം കഴിഞ്ഞ് ഒരു തല കൂടി അറുത്തു, അതും ഹോമിച്ചു. വീണ്ടും 1000 വർഷം കഴിഞ്ഞ് ഒരു തല കൂടി അറുത്തു, അതും ഹോമകുണ്ഡത്തിൽ നിക്ഷേപിച്ചു. അത് കഴിഞ്ഞിങ്ങനെ 19,000 വർഷം കഴിഞ്ഞു അവസാനത്തെ തല അറുക്കാൻ സമയം ബ്രഹ്മാവ് പ്രത്യക്ഷനായി. ഓർക്കണേ, എത്ര സമയം, എത്ര കാലം തപസ് ചെയ്തു എന്ന്. അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുകയാണ്. എന്നുമേ ധർമ്മസ്ഥിതി പിഴയ്ക്കാതെയും ശ്രീപാദഭക്തിക്ക് ഇളക്കമില്ലായകയും പാപകർമ്മങ്ങളിൽ വൈമുഖ്യഭാവവും ഏവം ഭവിപ്പാൻ അനുഗ്രഹം നൽകണം. ഭാഗവതോത്തമനായി ഭഗവാനെ ധ്യാനിച്ച് ആ കൽപ്പാന്തകാലത്തോളം വാഴുക എന്ന് വിഭീഷണൻ വരം വാങ്ങിക്കുന്നു. രാവണൻ വരമായി ചോദിച്ചത് ഈ 14 ലോകത്തിലും രാവണനെ ജയിക്കാനായി ആരും ഉണ്ടാകരുതെന്നും മനുഷ്യരാൽ മാത്രമേ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്നാണ്. അതുപോലെ കുംഭകർണൻ്റെ കഥയിലേക്ക് വരുമ്പോൾ, കുംഭകർണൻ ഇന്ദ്രൻ്റെ സിംഹാസനം ആവശ്യപ്പെടാൻ ഉള്ള സാധ്യത മുൻകൂട്ടി അറിഞ്ഞ് ഇന്ദ്രൻ സരസ്വതീ ദേവിയെ ആ കുംഭകർണൻ്റെ നാവിന്മേൽ പ്രവേശിപ്പിച്ചിട്ട് ഇങ്ങനെ ചോദിപ്പിക്കുകയാണ്. ഇന്ദ്രാസനം എന്നുള്ള വാക്ക് നിദ്രാസനം എന്ന് മാറ്റി പറഞ്ഞു എന്നും, അതുപോലെ തന്നെ നിർദ്ദേവത്വം ചോദിച്ചു, അതിനാൽ ബ്രഹ്മാവ് നിദ്രാവത്വം വരമായി കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും വരലബ്ധിക്ക് ശേഷം കുംഭകർണൻ ഉറക്കം തന്നെയായിരുന്നു. പിന്നീട് രാവണൻ തന്നെ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ഈ വരം മാറ്റി വാങ്ങിയായിരുന്നു. 6 മാസം നിദ്രയും 6 മാസം ഉണർന്നിരിക്കുന്ന അവസ്ഥയും. അങ്ങനെ ഇനി കുംഭകർണൻ എന്നുള്ള വാക്കിനർത്ഥം പറയുകയാണെങ്കിൽ കുംഭം പോലെ ചെവിയുള്ളവൻ എന്നാണ്. കുംഭത്തിൻ്റെ ആകൃതിയിലുള്ള ചെവിയോട് കൂടിയവൻ. ഇളയ അനുജനായ കുംഭകർണൻ ഇപ്പോൾ നിദ്ര വിട്ട് ഉണർന്നിരിക്കുന്ന സമയമായിരുന്നു. അവൻ ജ്യേഷ്ഠനായ രാവണൻ്റെ സമീപം വന്ന് മണങ്ങി നിന്നു. രാവണൻ അവനെ ആലിംഗനം ചെയ്ത് അടുത്തുള്ള പീഠത്തിൽ ഇരുത്തുന്നു. അനന്തരം സംഭവിച്ച കാര്യങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അവനുള്ളിൽ പേടി തോന്നി. അവൻ ഇപ്രകാരം പറഞ്ഞു: ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നതിൽ ഭേദം മരിച്ച് ദേവത്വം കിട്ടുന്നതാണ്. ഇപ്പോൾ ഭവാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭവാന്റെ സ്വന്തം പ്രാണന് തന്നെ ഹാനികരമാണ് എന്നറിയുക. രാമൻ ഭവാനെ കാണുന്ന ക്ഷണം തന്നെ കാലപുരിക്ക് അയക്കും. ഒരു നിമിഷം കൂടി ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല. ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ രാമനെ തന്നെ നിത്യവും സേവിച്ചു കൊള്ളുക. ഭവാൻ വിചാരിക്കുന്നത് പോലെ രാമൻ മനുഷ്യനല്ല, ശ്രീ മഹാവിഷ്ണു നാരായണൻ പരബ്രഹ്മസ്വരൂപമാകുന്നു. ഇവിടെ പിടിച്ചുകൊണ്ടുവന്നിട്ടില്ലേ ഒരു സ്ത്രീയെ, ആ സീതാദേവി, ആ സീതയാകുന്നത് സാക്ഷാൽ ശ്രീ ലക്ഷ്മി ദേവിയാകുന്നു. ആ ലക്ഷ്മി ദേവി ജനിച്ചത് തന്നെ ഭവാന്റെ നാശത്തിനായിട്ടാകുന്നു. ശബ്ദം കേട്ട് മോഹബദ്ധരായ മൃഗങ്ങൾക്ക് ജീവനാശം സംഭവിക്കുന്നത് പോലെ, രസം വിഴുങ്ങി മീനുകൾ മരിക്കുന്നത് പോലെ, പ്രകാശം കണ്ട് മോഹിച്ച ശലഭങ്ങൾ അഗ്നിയിൽ പതിച്ചു മരിക്കുന്നത് പോലെ, ജാനകിയെ കണ്ട് മോഹിക്കയാൽ ഭവാനും ജീവനാശം ഉറപ്പായും സംഭവിക്കുമെന്നറിയുക. ഞാനീ പറയുന്നതൊന്നും ജ്യേഷ്ഠന് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. മുജ്ജന്മ വാസന കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. വിജ്ഞാനികൾ പോലും മനസ്സിലാക്കാത്ത വസ്തുതകൾ അജ്ഞാനികൾ എങ്ങനെ മനസ്സിലാക്കും? നീ ചെയ്ത ദുഷ്പ്രവൃത്തികൾ കാരണം ഇപ്പോൾ നാട്ടിലുള്ള പ്രജകൾക്കും ജീവഹാനി സംഭവിക്കുമെന്നറിയുക. പ്രജകളെ സംരക്ഷിക്കേണ്ടത് രാജാവിൻ്റെ ധർമ്മമല്ലേ? ഞാൻ ഏതായാലും രാമനെയും മറ്റു വാനരന്മാരെയും ഒടുക്കുന്നുണ്ട്, വധിക്കുന്നുണ്ട്. ഭവാൻ ജാനകിയോടുകൂടി വാഴുക. ദേഹം നശിച്ചു പോകുന്നതിന് മുമ്പ് നീ മോഹിച്ചത് സാധിക്കുക. ഇന്ദ്രിയങ്ങൾക്ക് വശഗതനായ പുരുഷന് ആപത്ത് സുനിശ്ചിതം എന്നറിയുക. ഇന്ദ്രിയ നിഗ്രഹം വന്നവന് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. പരബ്രഹ്മപ്രാപ്തി ഉണ്ടാകും. ഇന്ദ്രാരിയായ ആ കുംഭകർണൻ്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രജിത്ത് ആദരവോടെ പറഞ്ഞു: ആജ്ഞാപിച്ചാൽ ഞാൻ പോയി മനുഷ്യനായ ആ രാമനെയും മറ്റു വാനരന്മാരെയും കൊന്നൊടുക്കി ശീഘ്രം മടങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് ശ്രീരാമഭക്തനായ വിഭീഷണൻ അങ്ങോട്ട് വരുന്നു. സ്വന്തം ജ്യേഷ്ഠനെ വണങ്ങുന്നു. അനുജനെ അരികത്ത് പിടിച്ചിരുത്തിയിട്ട് വിഭീഷണൻ പറയുകയാണ്: രാക്ഷസാധീശ്വര, വീര, ദശാനന, നീ ഇന്ന് ഞാൻ പറയുന്നത് അനുസരിക്കണം. തൻ്റെ ഉറ്റവരോട് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നത് സജ്ജനങ്ങളുടെ കർത്തവ്യമാകുന്നു. തൻ്റെ വംശത്തിൻ്റെ നന്മയ്ക്ക് എന്തെന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിന്റെ അറിവിലേക്കായി ഞാനൊന്ന് പറയാം. ആ ശ്രീരാമനോട് എതിർക്കാൻ ഈ ബ്രഹ്മാണ്ടത്തിൽ ആരുമില്ലെന്നറിയുക. ഇനി ഓരോ രാക്ഷസന്മാരുടെയും പേര് പറയുകയാണ്. ഇവരുടെ ആ വംശത്തിൽ തന്നെയുള്ള മാല്യവാൻ്റെ പുത്രന്മാരായ മത്തൻ, ഉന്മത്തൻ, വജ്രദംഷൻ, സുപ്തഗ്നൻ, വിരൂപാക്ഷൻ, ദുർമുഖൻ, യജ്ഞാന്തകൻ എന്നിവർ. പിന്നെ സുമാലിയുടെ പുത്രന്മാരായ പ്രഹസ്തൻ, വികടൻ, ധൂമ്രാക്ഷൻ, അകമ്പനൻ, സുപാർശ്വൻ, ദണ്ഡൻ, സംഹ്രാദി, പ്രജംഘൻ, കാലധനുസ്. പിന്നെ മാലിയുടെ പുത്രന്മാരായ അനിലൻ, വരൻ, സമ്പാദി എന്നിവർ ദേവാന്തകൻ, നരാന്തകൻ
യൂപാക്ഷൻ, ശോണിതാക്ഷൻ, വിരൂപാക്ഷൻ, ധൂമ്രാക്ഷൻ, മഹരാക്ഷൻ. എന്തിന്? യുദ്ധത്തിൽ ഇന്ദ്രനെ ജയിച്ച ഈ വീരനായ ഇന്ദ്രജിത്ത് പോലും രാമനോട് എതിർക്കാൻ പ്രാപ്തനല്ല എന്നറിയുക. ഇനി ശ്രീരാമനോട് നേരായവണ്ണം പൊരുതി ജയിക്കാമെന്ന് ആരും കരുതണ്ട. ശ്രീരാമൻ മനുഷ്യനല്ലെന്നറിയുക. ആരാണെന്നറിയാനും മറ്റാർക്കും സാധിക്കില്ല. അവൻ ദേവേന്ദ്രനുമല്ല, അഗ്നിയുമല്ല, വൈവസ്വതനുമല്ല, നിരുതിയുമല്ല, ജഗത്പ്രാണനുമല്ല, പാശിയുമല്ല, ഈശാനനുമല്ല, വിത്തേശനുമല്ല, വേധാവുമല്ല, ഭുജംഗാധിപനുമല്ല, ആദിത്യനുമല്ല, രുദ്രനുമല്ല, വസുക്കളുമല്ല, സൃഷ്ടിസ്ഥിതിലയകാരണഭൂതനായ മോക്ഷപ്രദായകനായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു നാരായണൻ എന്നറിയുക. മുമ്പ് ഭൂമിദേവിയെ രക്ഷിക്കാനായി പന്നിയായി വന്നവൻ, ഹിരണ്യകശിപുവായ ആ രാക്ഷസനെ കൊല്ലാനായി നരസിംഹരൂപം പൂണ്ടവൻ, മഹാബലിയോട് 3 ലോകവും തിരിച്ചു വാങ്ങുന്നതിനായി വാമനമൂർത്തിയായി അവതരിച്ചവൻ, അസുരാംശമായി ജനിച്ച ക്ഷത്രിയന്മാരെ വധിക്കുവാനായി ഭാർഗവരാമനായി ജനിച്ചവൻ, ആ ഭഗവാൻ അസുരന്മാരെ അവസാനിപ്പിക്കാനായി അപ്പോൾ ഓരോരോ അവതാരമെടുത്തു വരുന്നു. ഇപ്പോൾ ദശരഥപുത്രനായി വന്നിരിക്കുന്നതും നിന്നെ കൊല്ലുവാനായി മാത്രമാണ്. ദശാനന, ഈ പരമാർത്ഥം നീ മനസ്സിലാക്കൂ. ഈശ്വരൻ മാത്രമാണ് സത്യം. ആ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി ഒന്നും സംഭവിക്കുകയില്ല എന്നും അറിയുക. ഞാൻ എന്തിനായി ഇപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്നു എന്ന് നിനക്ക് ശങ്കയുണ്ടാകാം. തന്നെ സേവിക്കുന്ന, ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്ന കരുണാമയനാണ് ആ ഭക്തവത്സലൻ. എന്തും കൊടുക്കുന്ന ഭക്തപ്രിയൻ, ശ്രേഷ്ഠൻ, പരമേശ്വരൻ, കേവലം ശരണാഗതവത്സലൻ. ഇനി ആശ്രിതവത്സലനായ ഭഗവാനെ ശരണം പ്രാപിക്കൂ. അംബുജലോചനനായ ഇന്ദിരാവല്ലഭൻ, ആ കേശവൻ്റെ തൃപ്പാദങ്ങളിൽ അഭയം തേടൂ രാവണ. ആ തൃപ്പാദങ്ങൾ നിത്യം സേവിച്ചുകൊള്ളുക. ആഗ്രഹിച്ചത് എന്തും നൽകുന്ന ആ ജനാർദ്ദനനെ നമസ്കരിക്കൂ. ആ മൈഥിലിയെ തിരികെ കൊടുത്ത് രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചാൽ ആ കരുണാമയൻ എല്ലാ അപരാധങ്ങളും പുറത്ത് ആ തൃപ്പാദങ്ങളിൽ അഭയം നൽകിയിടും. തൻ്റെ ഭക്തന്മാരിൽ ഇത്രമാത്രം കൃപയുള്ള മറ്റാരുമില്ല എന്നറിയുക. സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും വധിച്ച് വിശ്വാമിത്ര മഹർഷിക്ക് യാഗരക്ഷയേകിയത് ഈ ബാലകനായ രാമനായിരുന്നു. ഒരൊറ്റ അമ്പിനാൽ ആ താടകയെ കൊന്നതും ഈ ബാലകനായിരുന്നു. കല്ലായി യുഗങ്ങളോളം ശ്രീരാമനെയും ധ്യാനിച്ചു കിടന്ന അഹല്യയ്ക്ക് മോക്ഷം നൽകിയതും ഈ ബാലകനല്ലാതെ മറ്റാരുമല്ലെന്നറിയുക. ത്രയംബകം എന്ന മഹേശ്വരജാപം ഖണ്ഡിച്ച് മൈഥിലിയെയും കൊണ്ട് അയോധ്യയിലേക്ക് പോകും വഴി മാർഗമധ്യേ മഴുവുമായി ആക്രമിക്കാൻ വന്ന മഹാപരാക്രമശാലിയായ ഭാർഗവരാമനെ ജയിച്ചതും ഈ ബാലകൻ തന്നെ. അതുമാത്രമോ, രാക്ഷസന്മാരായ വിരാധനെ കൊന്നതും ഖരനെയും ദൂഷണനെയും മറ്റു 14,000 നിശാചരന്മാരെയും 3.25 നാഴിക കൊണ്ട് വധിച്ചതും ഉഗ്രപരാക്രമിയായ ബാലിയെ കൊന്നതും ഈ ശ്രീരാമചന്ദ്രനാണല്ലോ. സമുദ്രം ചാടിക്കടന്ന് ഇവിടെ വന്ന് ഈ ജാനകീദേവിയെ കണ്ട് സംസാരിച്ചിട്ട് ലങ്കാപുരം ചുട്ടുകരിച്ചിട്ട് ആ വാനരൻ പോയതും ഈ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്താലാണെന്ന് മനസ്സിലാക്കൂ. ഇതെല്ലാം അറിയുന്ന നീ ഇപ്രകാരം മൂഢപ്രവൃത്തികൾ ചെയ്യാൻ എന്താണ് കാരണം? സജ്ജനങ്ങളോട് വിരോധം വെച്ചു പുലർത്തുന്നത് ഒരിക്കലും നന്നല്ല. ബുദ്ധികെട്ട മന്ത്രിമാർ ഓരോന്ന് പറഞ്ഞ് നിന്നെ കൊലയ്ക്ക് കൊടുക്കും. കാലപുരിക്ക് പോകേണ്ട എന്നുണ്ടെങ്കിൽ നീ ആ ജാനകീദേവിയെ തിരികെ കൊണ്ടുപോയി കൊടുക്കൂ. ദുർബലന്മാരായവർ മനസ്സിൽ വൈരഭാവത്തോടെ പ്രബലന്മാരോട് ഏറ്റുമുട്ടിയാൽ അതിൻ്റെ ഫലമായി നാടും നഗരവും സൈന്യവും എന്തിന് ക്ഷണങ്ങൾക്കുള്ളിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടമാകുമെന്നറിയുക. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരും നമ്മുടെ കഷ്ടകാല സമയത്ത് നമ്മെ സഹായിക്കില്ല എന്നും മനസ്സിലാക്കൂ. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പശ്ചാത്തപിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല എന്നറിയുക. ആ രാമബാണമേറ്റ് മരിക്കുമല്ലോ എന്നോർത്ത് എനിക്ക് ദുഃഖമുള്ളതുകൊണ്ട് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ലക്ഷ്മി ദേവിയെ തിരികെ കൊടുക്കുക. ആ യുദ്ധത്തിലെല്ലാം നഷ്ടമാകുന്നതിന് മുമ്പ് ഉചിതമായ തീരുമാനമെടുക്കൂ അനുജ. വമ്പന്മാരോട് പ്രബലനായ ശത്രുവിനോട് ഏറ്റുമുട്ടിയാൽ അതിൻ്റെ ഫലം എങ്ങനെയാകുമെന്ന് മുൻകൂട്ടി അറിയുന്നതും നന്നാണ്. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ മറ്റാരും ശരണമില്ല എന്ന് മനസ്സിലാക്കൂ. ഇവിടെ ശരണാഗത വത്സലനായ ശ്രീരാമൻ കൈവിട്ടാൽ മറ്റാരും ശരണമില്ലെന്നറിയുക. ആ ത്രിമൂർത്തികൾ വരെ ഭക്തവത്സലനായ ശരണാഗത വത്സലനായ പരമാനന്ദ സ്വരൂപനായ ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സേവിച്ചു വാഴുന്നു. രാക്ഷസരാജൻ വിജയിക്കട്ടെ. സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങല്ലേ. ജാനകീദേവിയെ, ആ മൈഥിലിയെ, വൈദേഹിയെ തിരികെ കൊടുത്തിട്ട് സുഖിച്ചു വാഴുക. വംശത്തെ സംരക്ഷിക്കാനായെങ്കിലും നീ ദേവിയെ തിരികെ കൊടുത്ത് ശ്രീരാമചന്ദ്രനെ വണങ്ങുക. വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട് കോപം കൊണ്ട് കണ്ണുകൾ ചുവന്ന് രാവണൻ ആക്രോശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശത്രുക്കളെന്ന് നാം കരുതുന്നവരല്ല നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. മിത്രഭാവത്തോടെ അരികിൽ വാഴുന്ന നിന്നെപ്പോലെയുള്ളവരാണ്
യഥാർത്ഥ ശത്രുക്കൾ. ഇങ്ങനെയുള്ളവരാൽ നമുക്ക് മൃത്യു വരുമെന്ന് നിശ്ചയം. ഇങ്ങനെയെല്ലാം എന്നോട് പറഞ്ഞ നീ ഇനി ജീവിച്ചിരിക്കാനേ യോഗ്യനല്ല. നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ യമൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. ഇത് കേട്ട ആ ഭാഗവതോത്തമനായ വിഭീഷണൻ ഇങ്ങനെ വിചാരിച്ചു, ഇവന് മരണം അടുത്തിരിക്കുന്നു. മരിക്കാറായവന് ഒരു സിദ്ധൌഷധവും പ്രയോജനപ്പെടുകയില്ല. അവൻ മരിക്കും, ഉറപ്പ് തന്നെ. ഇവനോടിനി ഒന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. വിധിയെ ആർക്കാണ് തടുക്കാൻ കഴിയുക? എനിക്കിനി ആ ശ്രീരാമപാദാംബുജങ്ങൾ മാത്രമേ ശരണമായിട്ടുള്ളൂ. ശേഷിച്ച കാലം ആ തൃപ്പാദങ്ങൾ സേവിച്ച് കഴിയുന്നത് തന്നെ ഉത്തമം. ഇങ്ങനെ ചിന്തിച്ചുറച്ച് 4 മന്ത്രിമാരെയും ഒപ്പം കൂട്ടി അവിടെ നിന്നും വിഭീഷണൻ പുറപ്പെടുകയാണ്. ധനം, ദാരം, മിത്രം, കളത്രം എല്ലാം ഉപേക്ഷിച്ച് ആ സ്വാമിയുടെ തൃപ്പാദങ്ങൾ മനസ്സിലുറപ്പിച്ച് വിഭീഷണൻ ലങ്ക വിടാനൊരുങ്ങുകയാണ്. ഉടനെ രാവണൻ പറഞ്ഞു, പോയി രാമനെ സേവിച്ചു കൊള്ളുക. എനിക്ക് ആപത്ത് വരുത്തുന്നതും ഭവാൻ തന്നെയാണ്. ഇവിടെ നിന്നും പോയില്ലെങ്കിൽ എൻ്റെ ചന്ദ്രഹാസത്തിന് ഭോജനമായി വരും. ഉടനെ വിഭീഷണൻ പറഞ്ഞു, എൻ്റെ പിതാവിന് തുല്യനാണല്ലോ ഭവാൻ. അങ്ങയുടെ നിയോഗം അനുസരിക്കുക എന്നത് എൻ്റെ കർത്തവ്യമാണല്ലോ. ഞാൻ മൂലം ജ്യേഷ്ഠന് ഒരു സങ്കടവും ഉണ്ടാകരുത്. ഞാൻ ശീഘ്രം തന്നെ പോകുന്നുണ്ട്. അങ്ങ് എല്ലാ സൗഭാഗ്യങ്ങളോടെയും സുഖമായി വാഴുക. ഭവാന്റെ വംശനാശത്തിനായിട്ടാണ് കാലൻ ദശരഥ മന്ദിരത്തിൽ രാമനായിട്ടും ജനകാലയത്തിൽ സീത എന്ന പേരിൽ കാലിയും അവതരിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും നിങ്ങളെ കൊന്ന് ധർമ്മം നിലനിർത്തും. ഞാൻ പറയുന്ന വാക്കുകളൊന്നും ജ്യേഷ്ഠന് ഈ സമയത്ത് ഹിതകരമായി തോന്നുകയേയില്ല. രാക്ഷസന്മാരുടെ നാശം വരുത്തുന്നതിനു മുമ്പ് ആ ശ്രീരാമസ്വാമിയെ ശരണം പ്രാപിക്കാമെന്ന് കരുതി വിഭീഷണൻ ശ്രീരാമ സന്നിധിയിലേക്ക് യാത്ര പോകുന്നു. ശേഷം കഥാഭാഗം നമുക്ക് നാളെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. ആ ശ്രീരാമചന്ദ്രസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.